ചെറിയ വിലയിൽ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന 31 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ഒരു തോട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ 150ഓളം വലിയ കവുങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഇടവിളയായിട്ട് വാഴ വെച്ചിട്ടുണ്ട്, ഒരുപാട് വാഴകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് മഞ്ഞൾ ഇതുണ്ട്, ഒരുപാട് മഞ്ഞളും എല്ലാ ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വരുമാനം കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. 31 സെൻറ്റ് സ്ഥലമുള്ളത്. ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടക്കളൊക്കെ നിലത്തൊക്കെ ഇങ്ങനെ ചാടി കിടക്കണം. അപ്പോൾ നമുക്ക് 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് പെറുക്കിയെടുത്താൽ തന്നെ നല്ല വരുമാനത്തിനുള്ള ഒരു അടക്ക അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇത് റെക്കാർഡിക്കൽ ആധാരത്തിൽ നിലം എന്ന തരത്തിൽപ്പെട്ട ഭൂമിയാണ്. നിലം എന്ന് പറയുമ്പോൾ പാടം. അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിനായിട്ട് ഇതുപോലുള്ളൊരു കിണർ പോലെ നല്ല വെള്ളത്തിന് നല്ലൊരു സ്രോതസ്സുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. തൊട്ടടുത്ത് കാണുന്നത് ഇതൊരു വാഴത്തോട്ടാണ്. നമ്മൾ അതിൻ്റെ ഈ ഒരു അതിര് ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് നല്ലൊരു വാഴത്തോട്ടം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിലവിൽ വലിയൊരു നോട്ടമൊന്നുമില്ല, അതായത് വളമൊന്നും ഇടാതെ ഉള്ളത് അതിന് എന്താണോ ചാടിക്കിടക്കുന്നത് അത് പെറുക്കി പോവുക. അതുപോലെ തന്നെ ഒരുപാട് വാഴകളുണ്ട്. അപ്പോൾ വാഴകൾക്കൊക്കെ വളമിട്ടെടുത്തിട്ട് അതിൻ്റെ കന്നൊക്കെ പിരിച്ചുകൊണ്ട് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം. 4ഓളം നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട്, 150 വലിയ കവുങ്ങുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളുണ്ട്. ചെറിയ കവുങ്ങൾ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ, ചെറിയ കവുങ്ങൾ വേറെ ഒരുപാട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള വഴി. അതായത് ഒരു ഈ തോടിൻ്റെ വക്കത്തിലൂടെ നടവഴിയാണ് ഇപ്പം നിലവിൽ ഇതിലുള്ളത്. 2 ഭാഗം നടവഴിയുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു കോഴി ഫാമാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി നിലമ്പൂർ റോഡിൽ ഹാജേരിപ്പടി കഴിഞ്ഞിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. റോഡ് സൈഡിൽ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ ഏകദേശം പിൻഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം അതുപോലെ നടവഴിയാണ് വരുന്നത്. ഇനി അതല്ല, ഹാജേരിപ്പടി കഴിഞ്ഞിട്ട് പള്ളിപ്പടിക്കുന്ന മോളിക്ക് റോഡ് വരുന്നുണ്ട്. അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്ത് റബ്ബർ തോട്ടാണ്, ഏകദേശം അതുവരെ വണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ഡിസ്റ്റൻസ്. ഇതുണ്ട്, നല്ല അടയ്ക്കും ഇതൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നല്ല തെങ്ങുണ്ട്, ഇതുണ്ട്, നല്ല കായ്ഫലുണ്ട് തെങ്ങുമ്മലൊക്കെ. അപ്പോൾ മഞ്ചേരി ഹാജേരിപ്പടി കഴിഞ്ഞിട്ട് പമ്പിൻ്റെ പിൻഭാഗത്തായിട്ട് അല്ലെങ്കിൽ പള്ളിപ്പടിക്കുന്ന അതിലൊരു എൻട്രൻസ് വരും. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 200-250 മീറ്ററോളം ദൂരപരിധി, 31 സെൻറ്റ് സ്ഥലം വരുമാനം കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റ് സ്ഥലത്തിന് 38,000 രൂപ. 38,000 രൂപ 1 സെൻറ്റ് സ്ഥലത്തിന്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിളാണ്. ഇനി ഇതാണ് ഇതിലേക്കുള്ള വഴി. നമ്മൾ ഹാജേരിപ്പള്ളി ആ റൂട്ടിൽ മുകൾ ഭാഗത്തൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്തോളം മഡ് റോഡാണ്. അപ്പോൾ ഈ വളവിൽ ഈ പോസ്റ്റിനോട് ചാരിയിട്ട് ഈ റബ്ബർ തോട്ടത്തിൻ്റെ അതിൽ കൂടെ അങ്ങനെ ചവിട്ട് വഴിയാണ് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഈ റബ്ബർ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഈ കവുങ്ങിൻ തോട്ടങ്ങളാണ്. അപ്പോൾ തോട്ടങ്ങൾ അവിടെ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ള 31 സെൻറ്റ് സ്ഥലമുള്ളത്. അപ്പോൾ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ദൂരമുള്ളൂ, ഇതുവരെ വണ്ടി എത്തും. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്ററുള്ളൂ. ഇനി ഇത് മെയിൻ റോഡിൽ നിന്ന് പമ്പിനോട് ചാരിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിലേയും വരാം, ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200-250 മീറ്ററോളം ദൂരപരിധി. ഇതുണ്ട്, അവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഈ ഒരു പ്രോപ്പർട്ടി നിലാണ് ആധാരത്തിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.